ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മക്കളെ, +2 കഴിഞ്ഞവരാണ് ഇനി അങ്ങോട്ട് ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള ഏതും ആയിക്കോട്ടെ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചോദിക്കുന്ന ഒന്നാണ്, എനിക്ക് +2 ഇത്ര ഗ്രേഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര മാർക്ക് ഉണ്ട്, ഈ സബ്ജക്റ്റിന് ഇത്ര മാർക്ക് ഉണ്ട്, എനിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടുമോ, ഞാൻ കൊടുക്കണമോ, ഡിഗ്രി പഠിക്കണമോ? അപ്പോൾ ഡിഗ്രി പഠിക്കണമോ വേണ്ടയോ, ഏത് കോഴ്സ് പഠിക്കണമോ എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നോക്കാം. എന്തായാലും എല്ലാവിധ അഡ്മിഷൻ അപ്ഡേറ്റുകൾക്കും ഇത്തരത്തിലുള്ള വിലയേറിയ വീഡിയോകൾക്കുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക, ഉപകാരപ്പെടും. ഈ വീഡിയോ ലൈക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ +2 റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ല മാർക്ക് ഉണ്ടാവും. അതും ചിലർക്ക് 5A+, 6A+, 4A+, നല്ല ഗ്രേഡുകൾ ഉണ്ടാവും. മാർക്ക് അതിനനുസരിച്ച് 1000-ന് മുകളിലും ഉണ്ടാവും. പക്ഷെ വേറെ കുറച്ച് പേർക്ക് 1000-ന് താഴെയായിരിക്കും, 800-ന് അടുപ്പിച്ചുള്ള മാർക്കുള്ളവരും ഉണ്ടായിരിക്കാം. നിങ്ങൾ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇത്തരക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ഡൗട്ടാണ്, നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റ് തുടർന്ന് ഡിഗ്രി പഠിക്കാൻ കിട്ടുമോ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഇത് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളുടെ +2 മാർക്കിനെ അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ +2 മാർക്ക് 800-ലാകുന്ന ഒരു കുട്ടിക്ക് പോലും 100% എഴുതി വെച്ചോ, 100% ഗവൺമെന്റ് സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. ഞാൻ ഈ പറയുന്നത് ഇൻഡെക്സ് മാർക്ക് എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് മാറും. എന്താണ് മക്കളെ ഇൻഡെക്സ് മാർക്ക്? നിങ്ങൾ എല്ലാവരും SSLC കഴിഞ്ഞ് +1 അലോട്ട്മെന്റ് പ്രോസസ്സ് വഴി സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്തവരാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ മേടിച്ച A+കളുടെ എണ്ണമല്ല നിങ്ങളുടെ +1 എന്ത് തീരുമാനിക്കുന്നത്, അഡ്മിഷനും അലോട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ഓർഡർ തീരുമാനിക്കുന്നത്. അവിടെ ഈ പറയുന്ന പോലെ വെയിറ്റേജ് ഇൻഡെക്സ് ആണ്, ഒരു രീതിയിൽ പറഞ്ഞാൽ ആവറേജ് പോയിന്റ്. അതുപോലെ ഡിഗ്രിക്കാർക്ക് +2 കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒന്നാണ് ഇൻഡെക്സ് മാർക്ക്. ഇൻഡെക്സ് മാർക്ക് എന്തെന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഈ വീഡിയോയിൽ പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ്. സംഗതി, നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണോ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ മാർക്ക് വീണ്ടും ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 1200 1000 നിങ്ങളുടെ സ്കോർ എന്നിരിക്കട്ടെ. ഓക്കെ, അത് 1000 കൺസിഡർ ചെയ്തു. നിങ്ങൾ ഇനി തുടർന്ന് പഠിക്കുന്നത് ഫോർ എക്സാമ്പിൾ BSc മാത്തമാറ്റിക്സ് ആണെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വീണ്ടും അതിൻ്റെ മാർക്ക് മാത്രം, അതിൻ്റെ മാർക്ക് 200-ന് എത്രയാണോ അതിൻ്റെ മാർക്കും ഓരോന്നിനും അതാത് ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ മാത്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അതിനനുസരിച്ചുള്ള 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് കൂടി അതിലൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണ് എങ്കിൽ നിങ്ങളുടെയൊക്കെയാണ്, ആ വിഷയം കുറവാണ്, എന്തായാലും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് അല്ലേ നിങ്ങൾ തുടർന്ന് പഠിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇത് പോരാഞ്ഞിട്ട് നിങ്ങളുടെ പലതരത്തിലുള്ള റിസർവേഷൻ, പിന്നെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ, NSS, NCC ഉൾപ്പെടെയുള്ളതിൻ്റെ ബോണസ് പോയിന്റ്, ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു കോളേജിലെ നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നത്. അതായത് +2 മാർക്ക് മാത്രമല്ല. അപ്പോൾ ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം, ഞാൻ ഇപ്പോഴും അതിന് ആൻസർ ചെയ്തിട്ടില്ല. എത്ര ഗ്രേഡ് കിട്ടിയാൽ, എത്ര മാർക്ക് കിട്ടിയാൽ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. സംഗതി സിമ്പിളാണ്. നിങ്ങൾ ഇനി അടുത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണെന്ന് ജസ്റ്റ് ടിക്ക് ചെയ്യുക, തീരുമാനിച്ച് ലോക്ക് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ടോപ്പ് 5 സീറ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്റ്റഡി നടത്തിക്കോളും. ടോപ്പ് 5 ഗവൺമെന്റ് കോളേജുകൾ എടുക്കുക, കഴിഞ്ഞ വർഷത്തെ ഈ പറയുന്ന പോലെ കട്ട് ഓഫ് നോക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിന് കഴിഞ്ഞ വർഷം അവിടെ കട്ട് ഓഫ് കിട്ടിയ ഇൻഡെക്സ് മാർക്ക്, ഞാൻ പറയുന്നത് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതാത് വെബ്സൈറ്റുകളിൽ എന്തായാലും ഉണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടും കൂടി ടാലി ആകുന്നുണ്ടോ, വലിയ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഓരോ വർഷം മാറുമ്പോഴും കോമ്പറ്റീഷൻ മാറും, ഓരോ വിഷയത്തിന്റെയും ഡിമാൻഡ് മാറും, പക്ഷെ വലിയ വ്യത്യാസം വരില്ല. നിങ്ങൾക്ക് ഏറെക്കുറെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഈ പറയുന്നത്. സോ ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഡിഗ്രി അഡ്മിഷന്റെ A to Z അപ്ഡേറ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാനൽ വഴി എത്തും. മക്കളെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, മറക്കണ്ട.